3 ലക്ഷം രൂപ ബഡ്ജറ്റിൽ V6 എഞ്ചിനിൽ വരുന്ന ഒരു പ്രീമിയം വാഹനം എവിടെയെങ്കിലും കിട്ടുമോ? ഒരിടത്തും കിട്ടില്ല, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ പിൻവലിക്കുകയാണ്. ഇതാ ഞങ്ങൾ കൊടുക്കുന്നു 3,45,000 രൂപയ്ക്ക് നിസാന്റെ ഏറ്റവും കിടിലം ലക്ഷറീസ് വാഹനം ടിയാനയാണ്. വളരെ റെയർ ആയിട്ട് മാത്രമുള്ള വാഹനം, നല്ല കിടിലം ക്വാളിറ്റിയിൽ 2012 വരുന്ന വാഹനം, പെട്രോൾ എഞ്ചിൻ വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നല്ല കിടിലൻ സൈസിൽ ലോങ് വീൽ ബേസിൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനം. റീപ്ലേസ്മെന്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വെറും 80,000 കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ? ഈ വാഹനത്തെ കുറിച്ച് എടുത്ത് പറയുന്നത് ഇതിന്റെ സൈഡ് വ്യൂ ആണ്. വളരെ ലോങ് വീൽ ബേസ് വരുന്ന നല്ല കിടിലൻ ക്വാളിറ്റി ഉള്ള വലിയ വാഹനമാണ്. നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ മാത്രം ഈ വാഹനത്തിന്റെ ആ ഒരു ഭീമാകാരത്വം മനസ്സിലാവുള്ളൂ. അത്രയും നല്ല ഹെവി വാഹനമാണിത്. ഈ വാഹനം എടുക്കുന്നവർക്ക് ഒരു ഐഡന്റിറ്റി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിന് അഡീഷണൽ 16 ഇഞ്ച് കമ്പനി അലോയ്സ് വരുന്നുണ്ട്. സൈഡ് മിററൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ് വരുന്നത്. അതിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇത് ഫോൾഡബിൾ മിററാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ക്രോം, അതുപോലെ തന്നെ സൈഡ് ബീഡിങ് ക്രോമുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ വാഹനത്തിൽ കമ്പനിയിൽ വരുന്നതാണ്. ഇതിന്റെ ഷേപ്പ് തന്നെ ഒരു എയറോഡൈനാമിക് ഷേപ്പിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൈഡൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബൂട്ടാണ് ഈ ഭാഗത്ത് കാണുന്നത്. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാരക സ്പേസ് ആണ്. ഒരു 2 പേർക്ക് ഇതിനകത്ത് കിടന്നുറങ്ങാം, അത്രയ്ക്ക് സ്പേസ് ഉള്ളൊരു വാഹനമാണ്. പിന്നെ നമുക്കിതിന്റെ സൈഡിലേക്ക് നോക്കാം. സൈഡിലും അത്യാവശ്യം വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളില്ല. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. നമുക്കിനി അടുത്ത് ഇതിന്റെ ഇന്റീരിയർ നോക്കിയാൽ ഇതിന്റെ ലക്ഷറി കൂടുതലിരിക്കുന്നത് ഇന്റീരിയറിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്നുകൂടെ നോക്കിയാലോ? ഇന്റീരിയറിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം അല്ലെങ്കിൽ ആ ലക്ഷറി ഫീൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത്. അതിന്റെ സ്റ്റീരിയോ, അതുപോലെ AC-യുടെ വെന്റൊക്കെ കുറച്ചൊരു ഡിസൈനൊക്കെ ഒരു വേറൊരു മോഡലിലാണ്, ടോപ്പിലോട്ട് ചേർന്നിരിക്കുന്ന മോഡലാണ് വരുന്നത്. ക്ലൈമറ്റോണിക് AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറിലാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു വുഡ് ഫിനിഷ് ഇന്റീരിയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഫോൾഡ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്റ്റോറേജ് ആണ്. പിന്നെ ഇതിന്റെ സീറ്റൊക്കെ വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഫോൾഡബിൾ മിറേഴ്സ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് കൂടെയാണ്. ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്രണ്ട് സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കിലോമീറ്റർ റൺ ചെയ്യുന്നത് 89,000 ആണ്. V6 എഞ്ചിൻ ആയതുകൊണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. നമുക്ക് എവിടെ കൂടെയും അത്രയും ഗാംഭീര്യത്തോടെ അത്രയും പവർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. ഡാഷ്ബോർഡിൽ അതുപോലെ തന്നെ ലെതർ മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതൊക്കെ ഒരു പ്രീമിയം ഫീൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ യാത്രയോടെ നോക്കിയാലോ? ബാക്ക് സീറ്റിൽ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. നല്ല കുഷനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. നല്ലൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെയും കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ പ്രീമിയം ലെതർ ഫിനിഷിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഡോറിലും ഒക്കെ ആ ലെതറിൻ്റെ ഒരു അതിപ്രസരം കാണാം. പക്ഷെ അത് ഈ വാഹനത്തെ ഒരുപാട് പ്രീമിയം ലുക്ക് ആക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് സീറ്റിൻ്റെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, ഇതെല്ലാം കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇപ്പോഴും മെയിൽ ചെയ്തിട്ട് ഏകദേശം 2012 ആകുമ്പോൾ 13 വർഷം വഴക്കമുള്ള വാഹനമാണെങ്കിൽ പോലും ഇത് കണ്ടാൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ സീറ്റൊക്കെ നല്ല കംഫർട്ടായിട്ട്, കുഷനൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഇത് ഇരുന്ന് യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് കൂടെ നോക്കാം. നമുക്ക് ഈ V6 എഞ്ചിൻ്റെ പവർ ഒന്ന് നോക്കിയാലോ? കുതിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ വാഹനം. 0 to 100 എത്ര സെക്കൻഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉണ്ടല്ലേ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 0 to 100 അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. AC നല്ല കൂളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ കേൾക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇത്രയും പ്രീമിയം വണ്ടിയായപ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ അത്രയും ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഏത് റോഡിലും എവിടെ വേണം അനായാസേന കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പവർഫുൾ ഒരു മെഷീനാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും 3,45,000 രൂപ മാത്രമാണ്. ഈ വിലയ്ക്ക് ഈ വാഹനം ഒരിടത്തും കിട്ടില്ല, അത് ഗ്യാരണ്ടി. അപ്പോൾ ഈ വാഹനത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഈ വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തിരുവനന്തപുരം കാർഡിങ്ങിലാണ്. കാർഡിങ് ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ബൈപ്പാസിൽ, ലുലു മാളിലും ചാക്ക ബൈപ്പാസിനും ഇടയിലായിട്ടാണ്. BMW ഷോറൂമിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.